ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് നോക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ ഏത് ചട്ടിയിലാണോ കറി റെഡിയാക്കുന്നത് ആ ചട്ടി എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ പുളി അങ്ങ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇനി നമുക്കിത് പിഴിഞ്ഞിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ കുറച്ചും കൂടെ വെള്ളമാക്കിയിട്ട് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് പിഴിഞ്ഞിട്ടെടുക്കാം. പിന്നെ നമുക്ക് വാളംപുളിക്ക് പകരം കുടംപുളി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ വാളംപുളി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുളിയൊക്കെ ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വലിയൊരു തക്കാളി ഇതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഞാനിതുപോലെ ഇതുപോലെ കീറിയിട്ടാണ് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ മുളകൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഉപയോഗിക്കാത്തോട്ട് 4 നല്ല എരിവുള്ള മുളക് തന്നെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മീൻകറിയാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ മീൻകറിയാണ് റെഡിയാക്കുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതലെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 4 പച്ചമുളകും ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഇരുന്നോട്ടെ. പുളിയാവുമ്പോൾ നല്ല പുളി ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അയില മീൻ വെച്ചിട്ടാണ് നമ്മുടെ കറി റെഡിയാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ തലയുടെ 4 പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ പുളിയും തക്കാളിയും എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ മീൻ ഉടഞ്ഞു പോവാതെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകണമെന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നമ്മുടെ മീൻ ഇതിലങ്ങ് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നമ്മുടെ മീനൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി ഈ മീൻ വെന്ത് വരുമ്പോഴത്തേന് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ കറി റെഡിയാക്കുന്നുണ്ടെങ്കിൽ വലിയ ജാറിനെ എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതുപോലെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ റെഡിയാക്കുകയാണെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതൽ എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ചെറിയുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊന്ന് അരഞ്ഞ് കിട്ടാനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനത് വിട്ടുപോയതാണ്. നിങ്ങൾ ചേർക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു തിക്ക് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇളക്കുമ്പോൾ നമ്മുടെ മീൻ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ നല്ലതുപോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല. ഇനി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ആക്കിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലാക്കിയിട്ട് ഇച്ചിരി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ സമയത്ത് തീയെ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം. ഇനി നമ്മളിത് നല്ലതുപോലെ തിളപ്പിച്ച് എടുക്കുന്നില്ല. അപ്പം നമ്മുടെ തേങ്ങ അങ്ങ് പിരിഞ്ഞിട്ട് പോവും. അപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ചിട്ട് വരും. അപ്പം നമ്മൾ തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാൻ. ഇനി നമുക്കിത് നമ്മുടെ മീൻ ഉടഞ്ഞു പോവാതെ നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാം. ഞാൻ നല്ല തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ എണ്ണ ചൂടായി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 വറ്റൽമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. ഒരു 3 വറ്റൽമുളക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കറിക്ക്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ കടുക് ഉലുവയും നല്ലതുപോലെ പൊട്ടി വരുന്നത് വരെ നമുക്കിതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുളകും കറിവേപ്പിലയൊക്കെ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കടുകും ഉലുവയും പൊട്ടി വരുന്നത് വരെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറീൻ്റെ മുകളിൽ ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.